എല്ലാവർക്കും നമസ്കാരം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്സിലറേഷനാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഡിഫറൻഷ്യൽ വേയിൽ എങ്ങനെയാണ് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു. അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെലോസിറ്റി 0 ആവുന്ന ഇൻസ്റ്റൻറ്റിൽ പോലും ആക്സിലറേഷന് ഒരു നോൺ സീറോ വാല്യൂ കിട്ടും എന്ന് ആ പ്രോബ്ലത്തിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ആക്സിലറേഷൻ ഓഫ് ദി ഓബ്ജക്റ്റ് എന്നൊരു കോൺസെപ്റ്റാണ്. അതിനുശേഷം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്നതും നമ്മൾ കണ്ടു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നു. ആ പ്രോബ്ലത്തിൽ ആക്സിലറേഷൻ്റെ വാല്യൂസ് പോസിറ്റീവ് കിട്ടി, 0 വന്നു, നെഗറ്റീവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പോസിറ്റീവ് ആക്സിലറേഷൻ, എന്താണ് സീറോ ആക്സിലറേഷൻ, എന്താണ് നെഗറ്റീവ് ആക്സിലറേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡയറക്ഷനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെലോസിറ്റിയും ആക്സിലറേഷനും ബോത്ത് ദീസ് ക്വാണ്ടിറ്റീസ് ആർ വെക്ടേഴ്സ്. ഈ രണ്ട് ക്വാണ്ടിറ്റീസിനും ഡയറക്ഷനുണ്ട്. പക്ഷേ ഇവിടെ ഡയറക്ഷനെ നമുക്കൊരു സൈൻ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതിൻ്റെ കാരണം ഇതൊരു ലീനിയർ മോഷനാണ് എന്നതാണ്. സോ ദ ബോഡി ക്യാൻ മൂവ് എയ്തർ ടുവേഴ്സ് റൈറ്റ് ഓർ ടുവേഴ്സ് ലെഫ്റ്റ്. അപ്പോൾ ബോഡി റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും അതിൻ്റെ വെലോസിറ്റി പോസിറ്റീവാണ്. ആൻഡ് ഇഫ് ദ ബോഡി ഈസ് മൂവിങ് ടുവേഴ്സ് ലെഫ്റ്റ് വി ക്യാൻ സേ ഇറ്റ്സ് വെലോസിറ്റി ഈസ് നെഗറ്റീവ്. വേറൊരു പോസിബിലിറ്റിയും കൂടി ഇവിടെ ഉണ്ട്. ദ ബോഡി ക്യാൻ മൂവ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ എക്സ് ആക്സിസിലൂടെയും ബോഡിക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ വൈ ആക്സിസിലൂടെയും മൂവ് ചെയ്യാം. ഇനി ഇഫ് ദ ബോഡി ഈസ് മൂവിങ് അപ്പ് വി വിൽ സേ ഇറ്റ്സ് വെലോസിറ്റി ഈസ് പോസിറ്റീവ്, ആൻഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഡൗൺ വി ക്യാൻ സേ ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബോഡി റൈറ്റിലേക്ക് അല്ലെങ്കിൽ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ് എന്നാണ് മീനിങ്. ഇനി നമുക്ക് ഒരു സിറ്റുവേഷൻ ഇങ്ങനെ അസ്യൂം ചെയ്യാം. ആൻ ഓബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. ഞാൻ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. പോസിറ്റീവ് ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യുന്നു ആൻഡ് ദ ബോഡി ഈസ് ഗെറ്റിംഗ് എ പോസിറ്റീവ് ആക്സിലറേഷൻ. എന്താണ് ഇതിൻ്റെ മീനിങ്? അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ ബോഡി പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ബോഡി ഈസ് മൂവിങ് ടുവേഴ്സ് റൈറ്റ്. സോ വെലോസിറ്റി വെക്ടർ ഈസ് ഡയറക്റ്റഡ് ടുവേഴ്സ് റൈറ്റ്. ഫിഗറിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ റൈറ്റിലേക്കുള്ള ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവ് എന്ന് എടുത്തിരിക്കുന്നത്. തൊട്ട് അടുത്ത പാർട്ടിൽ അവർ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ബോഡി ഈസ് ഹാവിങ് പോസിറ്റീവ് ആക്സിലറേഷൻ. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഓൾസോ ഈസ് ടുവേഴ്സ് റൈറ്റ്. അപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ബോഡിക്ക് നമ്മൾ റൈറ്റിലേക്ക് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു. എങ്ങനെയാണ് ആക്സിലറേഷൻ കൊടുക്കുക? അടുത്ത വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണും. ഒരു ബോഡിക്ക് ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ ആ ബോഡിയിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ബോഡിയിൽ നമ്മൾ റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയേണ്ടത് ആ സിറ്റുവേഷനിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദി വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. ഉറപ്പായും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലേ. പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിന് ഒരു പോസിറ്റീവ് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ദ വെലോസിറ്റി വിൽ ഇൻക്രീസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. മനസ്സിലായോ പറഞ്ഞത്? അതായത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിൽ നമ്മൾ റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു, റൈറ്റിലേക്കുള്ള വെലോസിറ്റി കൂടും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കൂ, ഈ ഗ്രാഫിൽ ഞാൻ ടൈമും വെലോസിറ്റിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. t=0 എന്ന് പറയുന്ന ഇനീഷ്യൽ ഇൻസ്റ്റൻറ്റിൽ ലെറ്റ് v0 ഈസ് ദ വെലോസിറ്റി. ആ v0യെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കി, പോസിറ്റീവ് സൈഡിലാണ്. കാരണം നമുക്കറിയാം അവർ ക്വസ്റ്റിൽ പറഞ്ഞത് ബോഡി ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. അപ്പോൾ v0 എന്ന വെലോസിറ്റി ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ കണ്ടല്ലോ പോസിറ്റീവ് ആക്സിലറേഷൻ ഉള്ളത് കൊണ്ട് ബോഡിയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ലുക്സ് ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആസ് ടൈം ഇൻക്രീസസ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഓൾസോ ഈസ് ഇൻക്രീസിങ്. നൗ ലെറ്റ്സ് ഡിസ്കസ് അനദർ സിറ്റുവേഷൻ. An object is moving in the negative direction with negative acceleration. നോക്കൂ, നെഗറ്റീവ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൈറ്റിലേക്കല്ല, ഇൻസ്റ്റഡ് ദ ബോഡി ഈസ് മൂവിങ് ടുവേഴ്സ് ലെഫ്റ്റ്.
ഈ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന ബോഡിക്ക് ലെഫ്റ്റിലേക്ക് ഒരു ആക്സലറേഷൻ വരുന്നു എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്, നെഗറ്റീവ് ആക്സലറേഷൻ. അപ്പോൾ ഫിഗറിലേക്ക് നോക്കൂ, ലെഫ്റ്റിലേക്കാണ് ബോഡിയുടെ വെലോസിറ്റി, ബോഡിക്ക് ലെഫ്റ്റിലേക്ക് ഒരു ആക്സലറേഷൻ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിന് ലെഫ്റ്റിലേക്ക് തന്നെ നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമല്ലോ. ഏത് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യും? ലെഫ്റ്റിലേക്ക് ഇൻക്രീസ് ചെയ്യും. സോ ഇഫ് ആൻ ഓബ്ജക്റ്റ് മൂവിങ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ ഹാസ് എ നെഗറ്റീവ് ആക്സലറേഷൻ, ഇറ്റ്സ് വെലോസിറ്റി വിൽ ഇൻക്രീസ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? നമുക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റിനെ വെലോസിറ്റി ടൈം ഗ്രാഫിലേക്ക് മാറ്റാം. നോക്കൂ, ടൈം ആക്സിസും വെലോസിറ്റി ആക്സിസും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. t=0 എന്ന ഇൻസ്റ്റന്റിൽ വെലോസിറ്റിയെ ഞാൻ ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. എന്തായിരിക്കും റീസൺ? പോസിറ്റീവ് സൈഡിലല്ല, നെഗറ്റീവ് സൈഡിലാണ് ഞാൻ മാർക്ക് ചെയ്തത്. ആ റീസൺ എന്താ? അതെ, ബോഡി ഈസ് മൂവിങ് ടുവേഴ്സ് ലെഫ്റ്റ് എന്ന് കാണിക്കുന്നതിനാണ് ഞാൻ ഈ നെഗറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്തത്. ടൈം പോസിറ്റീവാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ കണ്ടു വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അടുത്തൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യാം. ഓബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് എ നെഗറ്റീവ് ആക്സലറേഷൻ. അവിടെ ഒന്ന് ശ്രദ്ധിക്കൂ, ബോഡി ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് ദി ആക്സലറേഷൻ ഈസ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ. ഈ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ നമ്മൾ ഈ ലെഫ്റ്റും റൈറ്റും മാത്രമേ ഡിസ്കസ് ചെയ്തോളൂ. ലെഫ്റ്റും റൈറ്റും മാത്രമല്ല, അപ്പും ഡൗണും വേണമെങ്കിലും ആവാം. നമുക്ക് ഈ സിറ്റുവേഷൻ ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ കൊണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാലോ. ബോഡി ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ, മീൻസ് ബോഡി ഈസ് മൂവിങ് അപ്പ്. ഞാനൊരു ഓബ്ജക്റ്റിനെ വേർട്ടിക്കലി മുകളിലേക്ക് ത്രോ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. സോ ദ ബോഡി ഈസ് മൂവിങ് അപ്പ്, വെലോസിറ്റി ഈസ് പോസിറ്റീവ്. എർത്ത് വിൽ അട്രാക്ട് ദ ഓബ്ജക്റ്റ് ഡൗൺ ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ആക്സലറേഷൻ. അല്ലേ? ആ ആക്സലറേഷനെയാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കായിരിക്കും. ശരിയാണല്ലോ? സോ വെലോസിറ്റി ഈസ് ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് ആക്സലറേഷൻ ഈസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. അതാണ് അവർ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി ഈസ് പോസിറ്റീവ്, ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബോഡിയുടെ വെലോസിറ്റിക്ക് എന്ത് പറ്റും? ഒരു ഓബ്ജക്റ്റ് വേർട്ടിക്കലി മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണ്, അല്ലേ? അത് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ റീസൺ ആണ് നമ്മൾ ഈ പറഞ്ഞത്, അതിന് നെഗറ്റീവ് ആക്സലറേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇനിഷ്യലി ദ ബോഡി വിൽ ഹാവ് എ ഹൈ വെലോസിറ്റി ആൻഡ് ആസ് ടൈം പാസസ് ദ വെലോസിറ്റി വിൽ ഡിക്രീസ്. ഈ കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് നോക്കാം. വരയ്ക്കൂ ഗ്രാഫ്. ഇത് ടൈം ആക്സിസ് ആണ് ആൻഡ് ദിസ് ഈസ് ദ വെലോസിറ്റി ആക്സിസ്. ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ ഇവിടെ V0 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് V0 പോസിറ്റീവ് ആയത്? അതെ, ബോഡി ഈസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അത് ഗ്രാഫിൽ ഇതുപോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനും പറ്റും. നമ്മൾ ഈ അവസാനം പറഞ്ഞ സിറ്റുവേഷനെ ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നമ്മളൊരു ഓബ്ജക്റ്റിനെ വെർട്ടിക്കലി മുകളിലേക്ക് ത്രോ ചെയ്താൽ നിങ്ങൾക്കറിയാം ദ വെലോസിറ്റി ഈസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. എൻ്റെ മീനിങ് എന്താ? ഓബ്ജക്റ്റ് ഈസ് മൂവിങ് അപ്പ്. അങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ ഈസ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. എർത്ത് താഴേക്ക് അതിനെ പുള്ള് ചെയ്യുകയാണ്. സോ ആക്സലറേഷൻ ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ വെൻ ദ ഓബ്ജക്ട് മൂവ്സ് അപ്പ്, വെലോസിറ്റി ഈസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് ആക്സലറേഷൻ ഈസ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടു വെലോസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്ത് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ദ വെലോസിറ്റി വിൽ ബിക്കം 0 ഫോർ എ മൊമെൻറ്റ്. ഈ നെഗറ്റീവ് ആക്സലറേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യല്ലേ? അപ്പോഴും എർത്ത് ഇതിനെ താഴേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുള്ള് ചെയ്യുന്നത് കൊണ്ട് വെലോസിറ്റി റിവേഴ്സ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ബോഡി താഴേക്ക് മൂവ് ചെയ്ത് തുടങ്ങും. സോ നൗ ദ ബോഡി ഹാസ് എ നെഗറ്റീവ് വെലോസിറ്റി ആൻഡ് സ്റ്റിൽ ദി ആക്സലറേഷൻ ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് നെഗറ്റീവ് ആക്സലറേഷൻ കിട്ടുന്നു. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണ്ടേ? അങ്ങനെയാണ് താഴേക്ക് ഓബ്ജക്റ്റ് വരുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ബോഡിക്ക് നെഗറ്റീവ് ആക്സലറേഷൻ കണ്ടിന്യൂ ചെയ്താൽ വെലോസിറ്റി വിൽ ഡിക്രീസ്, ഇറ്റ് വിൽ ബിക്കം 0, then direction of velocity will get reversed, then velocity will increase in the negative direction. മനസ്സിലായോ ഈ പറഞ്ഞത്? ഈ പറഞ്ഞ കോൺസെപ്റ്റിനെ നമുക്ക് ഗ്രാഫിലേക്ക് മാറ്റാം. നോക്കൂ,
ഇനിഷ്യൽ വെലോസിറ്റി ഞാൻ v0 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് പോസിറ്റീവാണ്. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സി, അറ്റ് ദിസ് ഇൻസ്റ്റന്റ് t1 വെലോസിറ്റി ബിക്കംസ് 0. ഈ ടൈമിന് ശേഷം വെലോസിറ്റിയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും, അല്ലേ? ഏറ്റവും മുകളിൽ നിന്ന് ഓബ്ജക്റ്റ് താഴേക്ക് മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. ആ വെലോസിറ്റി റിവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് ഗ്രാഫിനെ നമുക്ക് നെഗറ്റീവ് സൈഡിലേക്ക് മാറ്റാം. അങ്ങനെ നെഗറ്റീവ് സൈഡിൽ വെലോസിറ്റിയുടെ വാല്യൂ ഇതുപോലെ ഇൻക്രീസ് ചെയ്യുന്നതായും നിങ്ങൾക്ക് കാണാം. നൗ ഇൻ ദ ഫിഗർ you have a velocity time graph of an object moving in the positive direction with a continuing negative acceleration. ഇപ്പോൾ നമ്മൾ കണ്ടത് ആക്സിലറേഷൻ്റെ സൈൻ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷനാണ്. ഈ പറഞ്ഞ പാർട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ നന്നായി ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ വായിച്ചു നോക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ എഴുതും. Velocity time graph of an object is shown below. Draw the corresponding acceleration time graph. ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ കാണുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബോഡിയുടെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. നമുക്കറിയാലോ, ഫിസിക്സിലെ കോൺസെപ്റ്റ് ഏറ്റവും നന്നായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് വി ക്യാൻ ഡിറൈവ് ഇക്വേഷൻസ് ആൻഡ് ദീസ് ഇക്വേഷൻസ് ആർ കോൾഡ് കൈനമാറ്റിക് ഇക്വേഷൻസ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിറൈവ് certain kinematic equations for uniformly accelerated motion. ഇത് ഡിറൈവ് ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും ഓർക്കുക, these equations are applicable only for uniformly accelerated motion. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ജനറലി കണ്ട സിറ്റുവേഷൻ, സി, ലെറ്റ് an object is moving along a straight line. Let at an instant of time t equal to 0, its velocity is v0. And the velocity is changing to v in time, say, t. And x is the displacement of the object and a is the constant acceleration of the object. I repeat, the acceleration is constant. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് x, ടൈം ടേക്കൺ t, the initial velocity v0, the final velocity of the object v, acceleration a, ഈ ക്വാണ്ടിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് ഫോം ചെയ്യിക്കുന്നത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് ആക്സിലറേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ a ഈക്വൽസ് v2 മൈനസ് v1 ബൈ t2 മൈനസ് t1 എന്നാണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് when t1 ഈക്വൽ ടു 0, v1 ഈക്വൽസ് v0. And when t2 equals t, v2 equals p. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം കൂടി ഈ ആക്സിലറേഷൻ്റെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് a ഈക്വൽസ് v മൈനസ് v0 ഡിവൈഡഡ് ബൈ t. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. യു വിൽ ഗെറ്റ് v ഈക്വൽസ് v0 പ്ലസ് at. So this is the first equation that you have to remember. v equals v0 plus at, and we can call this equation as velocity time relation, because using this equation you can find out the velocity of the object at any instant of time t. ഇനി നമുക്ക് മറ്റൊരു റിലേഷൻ ഡിറൈവ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷനാണ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ടു കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഏരിയ അണ്ടർ എ വെലോസിറ്റി ടൈം ഗ്രാഫ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഇക്വേഷനെ v ഈക്വൽ ടു v0 പ്ലസ് at എന്ന ഇക്വേഷനെ നമുക്കൊന്ന് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. നോക്കൂ ഗ്രാഫിലേക്ക്. t ഈക്വൽ ടു 0യിൽ ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ഞാൻ v0 എന്ന് മാർക്ക് ചെയ്തു. അറ്റ് എ ടൈം t ദ വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ടു v. നമുക്ക് ഈ 0 ടു t എന്ന ടൈം ഇൻ്റർവെലിൽ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആ ഗ്രാഫിലെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിനെ ഇങ്ങനെ ലേബൽ ചെയ്യുന്നു. O, A, B, C, D. Now you can see
the area under the line AB is the displacement. ഈ എ ബിക്ക് താഴെയുള്ള ഏരിയയെ ഞാൻ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എ റെക്റ്റാങ്കിൾ ഒ എ സി ഡി, ഞാനത് ഫിഗറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അനദർ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ എ ബിക്ക് താഴെയുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ രണ്ട് ഏരിയയും കൂടി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതിയല്ലോ. നമുക്ക് അങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നിങ്ങളും കൂടി ചെയ്യൂ, എന്നോടൊപ്പം ചെയ്യൂ. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഒ എ സി ഡി പ്ലസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി അല്ലേ. ഓർ എക്സ് ഈക്വൽസ് ഒ എ ഇൻറ്റു എ സി. എന്താ ഒ എ ഇൻറ്റു എ സി? ആ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ആണത്, ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒ എ ഇൻറ്റു എ സി പ്ലസ് അടുത്ത് നമുക്ക് വേണ്ടത് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്, വിച്ച് ഈസ് ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ സി. ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് കിട്ടും. സി ദ ഫിഗർ. വാട്ട് ഈസ് ഒ എ? ഒ എ ഈസ് വി സീറോ. വാട്ട് ഈസ് എ സി? എ സി ഈസ് സെയിം ആസ് ഒ ഡി വിച്ച് ഈസ് ഈക്വൽ ടു ടി. ഇനി എന്താ ബി സി എന്ന ഫിഗറിലേക്ക് നോക്കൂ. ബി സി എന്ന ഡിസ്റ്റൻസ് വി മൈനസ് വി സീറോ ആണ് അല്ലേ. ഈ കിട്ടിയ വാല്യൂസ് എല്ലാം കൂടി എക്സിന് വേണ്ടിയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ എന്താ കിട്ടുന്നത് നോക്കൂ. എക്സ് ഈക്വൽസ് വി സീറോ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് വി സീറോ ഇൻറ്റു ടി. ആ ഇക്വേഷനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 എന്നൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും. നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടിരുന്നു അല്ലേ. വി ഈക്വൽസ് വി സീറോ പ്ലസ് എ ടി. ആ ഇക്വേഷൻ നമുക്കിത് ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ. വി മൈനസ് വി സീറോ ഈക്വൽസ് എ ടി. ഈ വി മൈനസ് വി സീറോയുടെ വാല്യൂ നമ്മൾ ഈ തൊട്ട് മുമ്പിൽ കണ്ട ഇക്വേഷൻ 1ലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എക്സ് ഈക്വൽസ് വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി ഇൻറ്റു ടി, or you will get the relation x equals v0 t plus half a t square. ഇതാണ് നിങ്ങൾ രണ്ടാമത് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. x equals v0 t plus half a t square, and we can call this equation as position time relation because it connects the position of an object with the time. നമുക്ക് ഒരു ഇക്വേഷൻ കൂടി ഫോം ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഇക്വേഷൻ 1. നേരത്തെ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ഇക്വേഷൻ 1 എന്ന്. ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയേ. എക്സ് ഈക്വൽസ് വി സീറോ ടി പ്ലസ് ഹാഫ് ഇൻറ്റു വി മൈനസ് വി സീറോ ഇൻറ്റു ടി. ഇതാണല്ലോ ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ സെക്കൻഡ് ടേം ഇല്ലേ, ഒരു ഹാഫ് എന്ന് തുടങ്ങുന്ന ഒരു ടേം ഇല്ലേ, ആ ടേമിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് എഴുതൂ. സോ എക്സ് ഈക്വൽ ടു എഴുതി നോക്കൂ. വി സീറോ ടി പ്ലസ് ഹാഫ് വി ടി മൈനസ് ഹാഫ് വി സീറോ ടി. ആ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഒന്ന് നോക്കി. രണ്ടിലും ഒരു വി സീറോ ടി ഇല്ലേ. ആ രണ്ട് ടേം ഒന്നും വി സീറോ ടി ഒന്ന് കോമൺ എടുക്കൂ. സോ എന്ത് കിട്ടുന്നു നോക്കിയേ. എക്സ് ഈക്വൽസ് വി സീറോ ടി ഇൻറ്റു 1 മൈനസ് ഹാഫ് പ്ലസ് സെക്കൻഡ് ടേം ഹാഫ് വി ടി. 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ. സോ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യൂ. എക്സ് ഈക്വൽസ് ഹാഫ് വി സീറോ ടി പ്ലസ് ഹാഫ് വി ടി. Or you can write it as x equals v plus v0 by 2 into t. v plus v0 by 2 എന്ന് പറഞ്ഞാൽ എന്താ? That is the arithmetic mean of initial and final velocities. So ഇവിടെ കിട്ടുന്ന റിലേഷൻ നോക്കൂ. Displacement is equal to arithmetic mean of velocities into time. Remember, this equation is valid only if the object is moving with uniform acceleration. ഇനി നമുക്ക് നമ്മുടെ ഈ ഡെറിവേഷനുമായി കണ്ടിന്യൂ ചെയ്യാം. ഈ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ടി എന്ന ടേം കണ്ടില്ലേ. നമുക്ക് ആ ടിയെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഫോർ ദാറ്റ് വി ഹാവ് ദ ഇക്വേഷൻ ടി ഈക്വൽസ് വി മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ എ. എങ്ങനെ എനിക്ക് ഇക്വേഷൻ കിട്ടിയത്? വി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്ന ഇക്വേഷനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കിട്ടിയ ടിയുടെ വാല്യൂവിനെ നമുക്ക് എക്സിൻ്റെ വാല്യൂവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എന്താ കിട്ടുന്നത് നോക്കൂ. എക്സ് ഈക്വൽസ് വി പ്ലസ് വി സീറോ ബൈ 2 ഇൻറ്റു വി മൈനസ് വി സീറോ ബൈ എ.
ആ റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്ററിലെ 2ഉം എയും അങ്ങ് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യൂ. സോ 2ax ഈക്വൽസ് v പ്ലസ് v0 ഇൻറ്റു v മൈനസ് v0. റൈറ്റ് സൈഡിൽ നിങ്ങൾക്കൊരു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം കാണാൻ പറ്റും അല്ലേ? അത് നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ ആ റൈറ്റ് സൈഡ് നമുക്ക് മാറ്റി എഴുതാം വി സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ഈക്വൽസ് 2ax. We can call this relation as velocity position relation. So kinematic equations ആയിട്ട് ഈ 3 ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. v ഈക്വൽസ് v0 പ്ലസ് 80, x ഈക്വൽസ് v0t പ്ലസ് ഹാഫ് 80 സ്ക്വയർ ആൻഡ് v സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ഈക്വൽസ് 2ax. ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന പല സിറ്റുവേഷൻസും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നതാണ്. ആദ്യം നിങ്ങളൊരു ക്വസ്റ്റ്യൻ എഴുതൂ. എ കാർ മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h is brought to a stop within a distance of 200 meters. What is the retardation of the car? How long does it take to stop? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൽ ആദ്യം നമ്മൾ അറിയേണ്ട ഒന്ന്, ആ കാറിൻ്റെ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, 126 km/h അല്ലേ? km/h എന്നത് ഒരു SI യൂണിറ്റ് അല്ല, അതൊരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്. കാറിൻ്റെയൊക്കെ സ്പീഡ് നമ്മൾ പറയുന്ന ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ് km/h. ഈ യൂണിറ്റിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. നോക്കൂ, ആ കിലോമീറ്ററിനെ ഞാൻ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. സോ 1 kilometer ക്യാൻ ബി റിട്ടൺ ആസ് 1000 meter ഡിവൈഡഡ് ബൈ 1 hour. 1 hour ഈസ് 60 × 60 seconds. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ റിലേഷൻ 1 km/h ഈക്വൽസ് 5/18 meter/second. പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ആവശ്യമായി വരുന്ന ഒരു റിലേഷനാണിത്. 1 km/h ഈസ് 5/18 meter/second. ഇത് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ഹൈവേ, റിമെമ്പർ 1-dimensional മോഷൻ, with a speed of 126 km/h. That means now the object is moving with a speed of 126 km/h. That is the initial velocity. So we can write initial velocity equals 126 km/h. എഴുതൂ, നിങ്ങളും കൂടി എഴുതൂ. So v0 equals 126 km/h. km/h എന്ന യൂണിറ്റിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു ആ റിലേഷൻ, നിങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യൂ. So 126 into 5/18 meter/second. What is the answer? 35 meter/second. So v0 equals 35 meter/second. Question ബാക്കി നോക്കി. Is brought to a stop. The car is coming to a stop. Means velocity of the car is decreasing to 0. The final velocity of the car is 0. So v equal to 0. The car is brought to a stop within a distance of 200 meter. So the displacement of the car is given, x equals 200 meter. Question എന്താ നോക്കൂ. What is the retardation of the car? Retardation. For the time being, we can calculate the acceleration. ഞാൻ റിട്ടാർഡേഷനിലേക്ക് വരാം. നമുക്ക് ആക്സലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വാല്യൂസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂവും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഈ വാല്യൂസ് എല്ലാം കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് v സ്ക്വയർ മൈനസ് v0 സ്ക്വയർ ഈക്വൽസ് 2ax. നോക്കൂ, v0 അല്ലേ? ആ v സ്ക്വയർ എന്ന ടേം നമുക്ക് അങ്ങനെ നെഗ്ലക്ട് ചെയ്യാം. ബാക്കി എന്ത് വരുമെന്ന് നോക്കൂ, മൈനസ് v0 സ്ക്വയർ ഈക്വൽസ് 2ax. or what is a equals minus v0 square divided by 2x. എല്ലാത്തിൻ്റെ വാല്യൂസ് അറിയാമല്ലോ നിങ്ങൾക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യൂ. എത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്? a ഈക്വൽസ് മൈനസ് 3.06 meter/second സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്സിലറേഷൻ ഈസ് നെഗറ്റീവ്.
ആക്സിലറേഷൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് കാറിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് 0 ആയി മാറിയത്. ആ നെഗറ്റീവ് ആക്സിലറേഷനെ നമ്മൾ പറയുന്ന വൺ വേർഡാണ് റിട്ടാർഡേഷൻ എന്ന്. സോ ദ റിട്ടാർഡേഷൻ ഈസ് 3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ ക്വസ്റ്റ്യന് ഒരു പാർട്ട് കൂടി ഉണ്ടല്ലേ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു സ്റ്റോപ്പ്? ഈ കാർ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നോക്കൂ. V0 35 മീറ്റേഴ്സ് പെർ സെക്കൻഡ്, V0. ഇത് കൂടാതെ ഇപ്പോൾ ഒരു വാല്യൂവും കൂടി നമുക്കറിയാം, അത് A ആണ്. A ഈക്വൽസ് -3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. A ആക്സിലറേഷൻ ആണ്, അതുകൊണ്ട് ആ നെഗറ്റീവ് സൈൻ കൂടി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൻഡ് വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം യൂസിങ് ദ റിലേഷൻ V ഈക്വൽസ് V0 പ്ലസ് AT. T ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക. എന്താ കിട്ടുന്നത്? T ഈക്വൽസ് V മൈനസ് V0 ഡിവൈഡഡ് ബൈ A. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. സോ T ഈക്വൽസ് -35 ഡിവൈഡഡ് ബൈ -3.06. ആ നെഗറ്റീവ് സൈൻ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നിങ്ങൾക്ക് ടൈം കിട്ടും. ആൻഡ് T ഈക്വൽസ് 11.4 സെക്കൻഡ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ ഫോർ ദി ടൈം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 11.4 സെക്കൻഡ്. ഇങ്ങനെയാണ് കൈനമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ എഴുതൂ. ആൻ എയർപ്ലെയിൻ ട്രാവൽസ് 280 meter through the runway before taking off. It starts from rest, moves with a constant acceleration and takes off after 8 seconds. What is its speed when it takes off? 280 meter ലെങ്ത് ഉള്ള ഒരു റൺവേ. ആ റൺവേയുടെ ഒരു എൻഡിൽ നിന്നും ഒരു ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു ഫോർ ടേക്കിംഗ് ഓഫ്. അതിൻ്റെ ഇനിഷ്യൽ സ്പീഡ് 0 ആണ്. 280 മീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. അതിന് 8 സെക്കൻഡ്സ് എടുത്തെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കണം. അതിൻ്റെ ചില ഹിൻറ്റുകൾ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ എയർപ്ലെയിൻ? ഇറ്റ് ഈസ് 280 മീറ്റർ. So you can say x equal to 280 meter. What is the initial velocity? V0 equal to 0. And it takes off in 8 seconds. So t equals 8 seconds. You have to find out the final velocity v. Equation is very direct. You have v equals V0 plus AT. V0 value 0 ആണ്. But you will face a difficulty. Value of acceleration is not given. So first you try to get the value of acceleration. ഈ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ അവർ തന്നിരിക്കുന്നത്. എക്സും V0യും ടിയും എയും കൂടി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എടുക്കൂ. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ V0t പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ആ കിട്ടുന്ന ആക്സിലറേഷൻ ആദ്യത്തെ ഇക്വേഷനിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും എന്ന് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന കറക്റ്റ് ആൻസർ 70 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആൻസേഴ്സ് കിട്ടുന്നുവെങ്കിൽ സ്കൂളിലെ ടീച്ചറുമായി ഡിസ്കസ് ചെയ്ത് ആ ആൻസർ കറക്റ്റ് ചെയ്യണം. കൂടുതൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഈ കൈനമാറ്റിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന ഡിസ്കഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.